കണ്ടീഷനാ. വണ്ടി കുന്താണ്. ഹെഡ്ലൈറ്റ് ശരിയാണോ നോക്കാൻ 120 കിലോമീറ്റർ സ്പീഡിലാണ് ഓടിക്കുക. താൻ എവിടത്തെ ഫിറ്ററാടോ? പിന്നെ ടെസ്റ്റ് എടുക്കാതെ എങ്ങനെ? എന്തിന്റെ ടെസ്റ്റ്? എന്നെ കൊല്ലാൻ ടെസ്റ്റാ? ശ്രീധരന്റെ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി വന്നാൽ ആ വണ്ടി എല്ലാ തരത്തിലും കണ്ടീഷൻ ആയിരിക്കണമെന്ന് ശ്രീധരന് നിർബന്ധമുണ്ട്. വല്ലിടത്ത് ചെന്നിടിച്ച് ഇപ്പൊ എന്റെ കാറ്റ് പോയിരുന്നെങ്കിലോ? നമ്മൾ ഇൻഷുറൻസുകാരെ ഇന്ന് പൈസ ഈടാക്കും. എന്റെ കോൺട്രാക്ടർ സാറേ 11ാമത്തെ വയസ്സിൽ വട്ട് പിടിക്കാൻ തുടങ്ങിയതായി ശ്രീധരൻ, അതറിയോ? തന്നെ പോലെ വട്ടുള്ള വേറൊരുത്തൻ എതിരെ വരാതിരുന്നത് എന്റെ ഭാഗ്യം. പതുക്കെ ഓടിക്കണേ, പൈസ കാരാണ്. ആ വയറൊക്കെ വലിച്ചു പറിച്ചോ? അല്ല, ഈ ചോപ്പ് വയർ തന്നെയല്ലേ ഹോണിലേക്കുള്ള കണക്ഷൻ? ഗിയർ സ്ലിപ്പ് ചെയ്യുന്ന വണ്ടിയുടെ ഹോൺ അടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ഹോൺ അടിച്ചു നോക്കുമ്പോ ഒരു തരം പട്ടി മോങ്ങുന്ന ശബ്ദം. പറഞ്ഞ പണി ചെയ്യടോ, ആ ഗിയർ ബോക്സ് അടിക്കി. അത് മാത്രല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് ഇതില്. താനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അതിന് ഞാനുണ്ട് ഇവിടെ. അല്ല, ശ്രീധേട്ടൻ ഇല്ലാത്ത സമയത്ത് വല്ല വണ്ടി പണിയെടുക്കോ. എന്തായാലും എന്ന് തീരുവോ ഇത്? എന്തായി? ആ മിസ്സിങ് അതുപോലെ തന്നെയുണ്ട്. പ്ലഗ് ക്ലീൻ ചെയ്തോ? ചെയ്തു. കോയിലേജ് നോക്കിയോ? അത് നോക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോടോ, സ്വന്തം ബുദ്ധിയിൽ ഇത്തിരി ഉപയോഗിച്ചൂടെ? സ്വന്തം ബുദ്ധി ഇവിടെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ദാമോട്ടിന് പോരും. വേട്ടെ. ഞാൻ പറയാൻ വിട്ട്. ആ ശേഖരം മുതലാളി വിളിച്ചിരുന്നു. ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ അത്യാവശ്യ കാര്യം അത്രേ. അത്യാവശ്യം ആൾക്കല്ലേ? ഹലോ, അതെ ശ്രീധരാണ്. അയ്യോ, ഇപ്പൊ അങ്ങോട്ട് വരാൻ ഒരു നിവൃത്തിയില്ലല്ലോ മുതലാളി. ഒരു വണ്ടിയുടെ ക്രാങ്ക് നോക്കാൻ 9 മണിക്കൂർ സ്ഥലത്ത് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എത്ര സമയം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓ പറ്റി വരാം. അയാൾ തന്നെയാണ് ശേഖരൻ മുതലാളി. ബെൻസിന്റെ വീല് ഷേക്കാണ് ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ. അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് പണിയെടുക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ ശ്രീധരനില്ല. പണ്ടൊക്കെ ശ്രീധേട്ടൻ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ മൊലാളുടെ വീട്ടിൽ കയറി ഇറങ്ങലായിരുന്നല്ലോ പണി. മൊലാളുടെ മോളെ കെട്ടിച്ചേരാത്തതിലുള്ള ദേഷ്യല്ലേ ശ്രീധേട്ടന്? പോടാ അതൊന്നുമല്ല. അത് പോട്ടെ, നോണ പറയാതെ ശ്രീധേട്ടാ. മോളെ കെട്ടിച്ചേരാത്ത അല്ല പ്രശ്നം. അതിന് അയാൾ പറഞ്ഞ കാരണങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എന്റെ മോള് ഗ്രാജുവേറ്റ് ആണ്, ശ്രീധരൻ വെറും 10ാം ക്ലാസ് ആണ്. അതെ, ശ്രീധരൻ 10ാം ക്ലാസ് ആണ്. പക്ഷേ ശ്രീധരൻ ഒരു ഗ്രാജുവേറ്റിനെ കെട്ടുകയും ചെയ്യും, നല്ല മണി പോലത്തെ ഇംഗ്ലീഷ് പറയുന്ന കുട്ടികളുടെ അച്ഛനാകുകയും ചെയ്യും. അതെ, പണിയെടുക്കാം. ശ്രീധരേട്ട പോവല്ലേ? നിങ്ങൾ തുടങ്ങിക്കോ, ഇവിടെ ഒരുപാട് പണിയുണ്ട്. ശ്രീധരേട്ടൻ എന്നല്ലേ കളിക്കാൻ ഉഷാറുണ്ടാവുള്ളൂ. ഇവിടത്തെ കോന്തന്മാരെ വിശ്വസിച്ച് ഒരു വഴിക്ക് ഇറങ്ങാൻ നോക്കൂല. കണ്ണു തെറ്റി ആകെ കൊളാക്കും. ഇന്നലെ ശ്രീധരേട്ടൻ എന്താ ക്ലബിൽ വരായിരുന്നത്? നാടകത്തിൽ ഹീറോ ആവണമെന്ന് പറഞ്ഞ് നടന്നാ പോരാ. ആനിവേഴ്സറി അടുത്തില്ലേ, നല്ലൊരു നാടകം സെലക്ട് ചെയ്ത് റിഹേഴ്സൽ തുടങ്ങട്ടെ. ഞാൻ രാത്രി വരാം. കരി പിടിച്ചാത്മാവ് എന്നൊരു നാടകമുണ്ട്. കരക്കേടില്ല, കരഞ്ഞു പോവും. അതിലെ രമേശൻ ശ്രീധരേട്ടൻ കലക്കണം. ലവ് സീൻ ഉണ്ടോ? ലവ് സീൻ അങ്ങനെയില്ല, രമേശൻ ക്ഷയരോഗിയാ. ആ കളി വേണ്ട, ക്ഷയരോഗം. നല്ല ലവ് സീനും പാട്ടുമൊക്കെയുള്ള റോൾ ഉണ്ടെങ്കിൽ മതി, നമുക്ക് സെലക്ട് ചെയ്യാന്നേ. നാടകം കണ്ടാലേ പെണ്ണുങ്ങളെല്ലാം കൂടി ഓടി വന്ന് ശ്രീധരേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മാറണം. അങ്ങനെയുള്ള റോള് ചെയ്താൽ മതി. എന്നാ പിന്നെ നമുക്ക് വല്ല നീ എങ്ങോട്ട്? ഇന്നൊരു 2 ഗെയിം കളിക്കണം, നടു വന്ന് നിവർത്തണം. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ആ മാർക്ക്-4ന്റെ എഞ്ചിൻ ഒന്ന് അയക്കണം, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അയച്ചിടത്തുള്ള എഞ്ചിനെല്ലാം മതി. ചൂടാകാതെ ആരാണ്? നമുക്ക് ഒരുമിച്ച് പോവാം. നിങ്ങളില്ലേ, ഞങ്ങൾ വന്നേക്കാം. ശ്രീധരേട്ട നമുക്ക് പോവാം. ചെല്ല് അത് നോക്ക്, കളിക്കാൻ പോണ്ടേ? സെവന്ത്രി ആണെന്ന് അല്ലല്ല, നേരത്തെ 5-3 ആയിരുന്നു. ശ്രീധരേട്ടൻ സ്കോർ ആക്കാൻ തുടങ്ങി. വേണ്ട, ഞാൻ നിങ്ങളെ പോലെ കള്ളം പറയുന്നില്ല. അങ്ങനെ വായിക്കുവാ. ആകാശവാണി Hey!
ഫോണില് കാറ്റ് കുറവാണ്. കാറ്റ് തനിക്കകത്ത് പോയി ആ സ്റ്റാൻഡ് പഠിക്കാൻ നോക്ക്. ഔട്ടേ ഔട്ട് ഔട്ടാണ്. ഔട്ടോ? ഞാൻ എന്റെ 10 അടി ഇപ്പുറത്തെ പന്ത് വീണത്. പത്തടിയോ? കള്ളം പറയാതെ കളിച്ചു കഴിക്കാൻ നോക്കി. ശ്രീധരനെ നാക്കെട്ടെന്നാണ് പറയുന്നത്. ഓ പിന്നെ ബോൾ അകത്താണ്. നീ എന്താണ് എപ്പോഴും അവരുടെ ഭാഗം പറയുന്നത്? നോക്ക് പന്ത് വീണ പാട് നോക്ക്. എന്നും തല്ല വെറുതെ ഓരോരോ ഭ്രാന്ത്, അല്ലാതെ എന്ത് പറയാനാ? സമയമാണ് വിളക്ക് എത്തിച്ചിട്ട് നാമം ചെല്ല. ആ വിചാരമൊന്നുമില്ല. വളർന്ന് കൊന്നത്തെങ്ങ് പോലെയായി. ശ്രീധരന്റെ കല്യാണക്കാരൊക്കെ എന്തായി? എന്തിനെപ്പോ ഇത്ര ധൃതി വെച്ച് കെട്ടിക്കണത്? അവന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. കണ്ടില്ല പിള്ളേരോടൊപ്പം കിടന്ന് ചാടി തുള്ളത് ഈ പ്രായത്തില്. ഇന്നലെ അവിടെ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് നീ വന്നത്? 12 കാണും. അതുവരെ എവിടെ ആയിരുന്നു? വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? ആരുടെ വർക്ക്? പഠിക്കലാണോ മീറ്റിംഗുകളിലാണോ നിന്റെ വർക്ക്? എടാ നിന്നോടാ ചോദിച്ചത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഹുമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ ക്വീൻസാങ്ങിന്റെ യാത്രാവിവരണങ്ങളോ മനപ്പാടമാക്കിയിട്ട് ഒരു കാര്യമില്ല. പരീക്ഷാ പേപ്പറും മാർക്കിടലും ഒക്കെ നിർത്തിയിട്ട് ഐക്യു നോക്കട്ടെ. ഐക്യോ? വലിയ ഒന്നും മനസ്സിലാവില്ല. നല്ല രണ്ടടി കൊടുക്ക്. നാക്കെടുത്ത അധിക പ്രസംഗേ പറയൂ. ഈ ചെക്കന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല. വായിക്കാതെയും പഠിക്കാതെയും തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. അങ്ങനെ വല്ല കുഴപ്പമൊന്നുമില്ലമ്മേ. ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചതേ ഉള്ളൂ. ഇവനെപ്പോലെ തെണ്ടിത്തിരിഞ്ഞ് നടന്നവരാ നമ്മുടെ നാട്ടിലെ പല മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ. നമ്മുടെ തലവാട്ടിൽ ഒരു മന്ത്രി വയ്ക്കട്ടെ. ശ്രീധര, ഒരു ടൂറിസ്റ്റ് ബസ് കിട്ടുമെന്ന് നോക്കുക ഒരാഴ്ചത്തേക്ക്. ഞങ്ങൾ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടി ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുക. മധുര മീനാക്ഷി, ഗോകർണം, കന്യാകുമാരി. ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. ദൈവസന്നിധിയിൽ എത്ര വട്ടം പോയാലാ കൊതി തീരുക ഭാനു. തീവണ്ടി യാത്ര വളരെ ദുഷ്കര. പരിചയക്കാരിൽ ആരെങ്കിലും ഒരു ബസ് കിട്ടുമെന്ന് നോക്കുക. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആ, ഇത്തവണ തിരുപ്പതി പോയിട്ട് തല മുണ്ടനം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുക. ഈ തലയിൽ ഇനി എന്തുണ്ട് മുണ്ടനം ചെയ്യാൻ? പുരോഗമനം വല്ലതും ഉണ്ടോ? പക്ഷേ കുഴപ്പം വരില്ലാന്ന് തോന്നുന്നു. അങ്ങനെ കുഴപ്പം വരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മണിയമ്പത്ത് തറവാട്ടുകാര് ഒരു മത്സരത്തിലും തോക്കാൻ പാടില്ല. 1ാം സമ്മാനം വാങ്ങിച്ചു നിന്റെ തോല് ഞാൻ ഉലിയും. എന്നാടി കുത്തുവല്ലേ? വെള്ളിയാഴ്ച. ആ, അപ്പൊ പിന്നെ ആരും ദിവസമില്ല. പക്ഷേ പാട്ടിന് മാർക്കിടാൻ വരുന്നവരെ ആരെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമെങ്കിലേ അങ്ങനെ ചെയ്തോളൂ. അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? സമ്മാനം കിട്ടാനല്ലേ നമ്മൾ മത്സരിക്കുന്നേ. ഇപ്പൊ സ്കൂള്, പിന്നെ ജില്ല, അത് കഴിഞ്ഞ സംസ്ഥാനം. മണിയമ്പത്ത് തറവാട്ടിൽ ഒരു പെൺകുട്ടിക്ക് പാട്ടിൽ 1ാം സമ്മാനം കിട്ടുക, അവളുടെ ഒരു ഫോട്ടോ പത്രത്തിൽ അടിച്ചു വരിക, അതൊക്കെ തറവാട്ടിനൊരു അന്തസ്സല്ലേ മാഷേ? നമുക്ക് ശ്രമിച്ചു നോക്കാം. മാർക്കിടുന്ന ആരാന്ന് അന്വേഷിക്കും. നമുക്ക് അവരെ സ്വാധീനിക്കാം. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ മാഷേ? ബാബു വിളിക്കുന്നു. നടക്കട്ടെ 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 നടക്കട്ടെ. അച്ഛനവിടെ ചൂടായിട്ട് വണ്ടി പിന്നെ തകരാറായി. അതെങ്ങനെ? നിന്റെ അച്ഛനെ ക്ലച്ച് കൂട്ടാനും അറിയില്ല, ഗിയർ ചേഞ്ച് ചെയ്യാനും അറിയില്ല. പിന്നെ എങ്ങനെ വണ്ടി കുഴപ്പമായിരിക്കാം? തനിയെ റിപ്പയറിംഗ് തുടങ്ങിയോ? പാവപ്പെട്ട വിട്ടൽമാരെ വയ്യാതാരാക്കല്ലേ എന്റെ സാറേ. ശ്രീധരന്റെ വർക്ക്ഷോപ്പിൽ വന്നാല് വണ്ടി കണ്ടീഷൻ ആക്കുന്നല്ലേ പറഞ്ഞത്? കണ്ടീഷനായി, ഭയങ്കര കണ്ടീഷനായിട്ടുണ്ട്. തന്റെ ഒടുക്കത്തെ ടെസ്റ്റ് കഴിഞ്ഞ് പോരുന്ന വഴിക്ക് ബ്രേക്ക് പോയി. ഓയിൽ പൈപ്പ് കൂട്ടിയിട്ടുണ്ടാവും. ഗിയർ സ്ലിപ്പാവാനും തുടങ്ങിയിട്ടുണ്ട്. പല്ല് കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കതിന്റെ കാരണമൊന്നും അറിയണ്ട. ഇന്നലത്തെ തന്റെ മുടിഞ്ഞ ടെസ്റ്റ് എടുപ്പോണ്ടാ വണ്ടി ഈ ഗതിയായത്. ടെസ്റ്റ് എടുപ്പനെ കുറ്റമൊന്നും പറയണ്ട. നാട്ടിലില്ലാത്ത കാശ് മുഴുവൻ കൊടുത്തൊരു തൊക്കട വണ്ടി കച്ചവടാക്കിയപ്പോ ആലോചിക്കണായിരുന്നു. അതെങ്ങനാ? വണ്ടി എടുക്കുന്നവരും എന്നോടൊരു വാക്ക് ചോദിക്കുക. സർക്കാരിന്റെ പാലവും മതിലും കെട്ടാനുള്ള സിമന്റ് മറച്ചു കുത്തി കിട്ടുന്ന കാശല്ലേ? മതി, പതുക്കെ പറഞ്ഞാ മതി, എനിക്കല്ലേ കേൾക്കണ്ടു. ആ കാശിന് അത്രേ വില ഉണ്ടാവും.
നിന്റെ അച്ഛനെ പോലെ അമ്പല പുനരുദ്ധാരണെന്നും പറഞ്ഞ് അമ്പലം വിഴുങ്ങുന്ന ആളൊന്നല്ല ഞാൻ. ഉം. ആ ഇപ്പഴാ ഓർത്തത്. നാട്ടുകാരാ പേരും കൂടെ ഉറപ്പിച്ചുട്ടോ. ഏത് പേര്? നിന്റെ അച്ഛന്റെ പുതിയ പേര് അമ്പലം വിഴുങ്ങി. കൊള്ളാല്ലേ? എന്റെ അച്ഛന്റെ മെക്കിട്ട് കയറണ അത്ര നല്ലതൊന്നല്ല കേട്ടാ. ആ വണ്ടി കയറി നമുക്ക് ഓടിച്ചു നോക്കാം. അത് വേണ്ട, താൻ തന്നെ ഇങ്ങനെ ഓടിച്ചാ മതി. ഏ? ആർക്കാ ചായ? എന്റെ കാർ കുട്ടിച്ചോറാക്കി കശ്മലിനോ? ചേച്ചി ഇങ്ങോട്ടാ ചേച്ചി. വാനിച്ചൊരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്തായി ശ്രീധര? അവള് ഗ്രാജുവേറ്റ് ഒന്നും അല്ലെന്നേ, വെറും 10ാം ക്ലാസ്. ഗ്രാജുവേറ്റ്. അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല ശ്രീധര. പഠിപ്പ് ഇത്തിരി കുറഞ്ഞിരുന്നാലും സ്വഭാവം പെരുമാറ്റമൊക്കെ നന്നായിരുന്നാ മതി. ചേച്ചി എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. പഠിക്കാൻ വേണ്ട സമയത്ത് ഞാൻ പഠിച്ചില്ല, കാറിന്റെയും ബസിന്റെയും പുറകെ പോയി. അല്ലെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു തൊഴിൽ പഠിച്ചല്ലോ. ആ പഠിച്ച തൊഴിലായി ഇപ്പൊ എവിടെ കണ്ടത്? സാറും ഉണ്ടായിരിക്കുക, ഞങ്ങൾ വിവരമുള്ളവർ തമ്മിൽ സംസാരിക്കട്ടെ. എനിക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, കാശുണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ആഫീസിൽ കയറി ചെന്ന് 2 ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. ഈയിടെ പാസ്പോർട്ട് ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥൻ, മലയാളിയെല്ലാം തോന്നുന്നു, ചറ പറയാൻ ഇംഗ്ലീഷിൽ കുറെ ചോദ്യങ്ങൾ. സ്ത്രീകളൊക്കെ നോക്കിയിരിക്കുക. എനിക്കൊന്നും മനസ്സിലാവില്ല, അങ്ങോട്ടൊന്നും പറയാനും പറ്റില്ല, ആകെ നാറിപ്പോയി. അപ്പൊ എന്റെ ഗതി എന്റെ പിള്ളേർക്ക് ഉണ്ടാവാൻ പാടില്ല. അമ്മ ഗ്രാജുവേറ്റ് ആകുമ്പോൾ മക്കള് താനെ ഇംഗ്ലീഷ് പഠിച്ചോളൂ. അപ്പോ ജനിക്കാൻ പോണ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാ താൻ ഗ്രാജുവേറ്റിനെ കിട്ടുന്നത്? അതിന് ശമ്പളം കൊടുത്തൊരു ടീച്ചർ നടത്തിയാ പോരെ? പോരാ, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അതിന്റെ വില ശരിക്കും അറിയൂ. എന്റെ ഒരു നിർബന്ധമാണ് കുട്ടികളൂ. ഇപ്പൊ ഞാനൊരു ഗ്രാജുവേറ്റിന് ആഗ്രഹിക്കുന്നതിൽ എന്താ ഒരു തെറ്റ്? കുടുംബ മഹിമയുണ്ട്, പിന്നെ എനിക്ക് ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്, അല്ലേ ചേച്ചി? പിന്നില്ലേ, വെറുതെ യൗവനം കളയണ്ട ശ്രീധര. യൗവനം പോയിക്കോട്ടെ, പക്ഷെ ഞാനിതുപോലെ ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ലല്ലോ, ഉണ്ടോ? അതില്ല. അല്ല ഞാനൊന്നും ചോദിക്കട്ടെ, ഒരു ചെറുപ്പക്കാരന്റെ ആശയവും ആഗ്രഹവും ഒക്കെ എങ്ങനെ ഒതുക്കണു? സംയമനം. എന്താ? ആത്മസംയമനം എന്ന് പറയും. വണ്ടി ഞാൻ കൊണ്ടുപോവാ, വൈകുന്നേരം കൊണ്ടുവരാം. വണ്ടി പൊളിക്കരുത് കേട്ടാ. ഫിലിപ്പ് സാറിന്റെ മോളാണോ? ഫിലിപ്പ് സാർ ഒരു 74 മോഡൽ അംബാസിഡർ വാങ്ങാൻ പോണ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. സാറകത്തുണ്ടോ? എനിക്കറിയില്ല. അപ്പൊ പിന്നെ അല്ല, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. അതിലത്ഭുതമില്ല, ഞാൻ അഭിനയിച്ച ഏതെങ്കിലും നാടകം കണ്ടാണോ അല്ലേ? ഞങ്ങളുടെ ക്ലബിന്റെ മഴക്കാലമേഘം എന്ന് പറഞ്ഞ നാടകത്തിൽ ഞാനായിരുന്നു ജോണിക്കുട്ടി. പക്ഷെ അന്ന് എനിക്ക് താടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കുട്ടി ഫിലിപ്പ് സാറിന്റെ മോള് തന്നെയല്ലേ? സാറോടെ? ശ്രീധര, അല്ല, ഇതാര് കുഞ്ഞമ്മാവനോ? ഇത് എപ്പോഴാ വന്നേ? അതൊക്കെ വന്നടൂ. ഇതാരാണെന്ന് മനസ്സിലായോ നിനക്ക്? അശ്വതി അല്ലേ? ഈശ്വര, എന്തൊക്കെ വിദ്യുതരാണ് ഞാൻ വിളിച്ചു പറഞ്ഞേ. അശ്വതി എനിക്ക് തീരെ മനസ്സിലായില്ല കേട്ടോ. അമ്മ വന്നില്ലേ? എല്ലാരും ഉണ്ട്. എന്താ അശ്വതി മറന്നോ? ഞാൻ നിന്റെ ശ്രീധരേട്ടനാ. അറിയാം. എന്നിട്ട് മനസ്സിലാത്തോണ്ട് നിൽക്ക. വളർന്ന വലിയ ആളാണെന്ന് ഞാൻ നോക്കൂല, ആളെ കിഴിക്കാൻ പറ്റും. ആ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. രാമേന്ദ്ര, ഇവക്ക് എന്ത് പറ്റി കുഞ്ഞമ്മ? അമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ, പരിചയക്കുറവുണ്ടാ. പിന്നെ കുട്ടിയൊന്നും അല്ലല്ലോ, പഴയതുപോലെ സംസാരിക്കുന്ന പ്രകൃതമൊക്കെ അങ്ങ് മാറിപ്പോയി. വാ കാപ്പി കുടിക്കാം. കിടക്കാറായോ? ഇല്ല. തനിച്ചിടുന്ന പേടിയാവോ? അമ്മ പറഞ്ഞു എന്നോട് കൂട്ടുകിടക്കാൻ. വേണ്ട. ഇടയ്ക്ക് ഉണർന്ന് വെള്ളം കുടിക്കുന്ന പതിവുണ്ടോ? എത്ര കൊല്ലം പഠിച്ചു ഊട്ടിയില്? ചേച്ചിയോട് ചോദിച്ചത്. കുറെ കൊല്ലം പഠിച്ചു. നല്ല തണുപ്പാ അവിടെ അല്ലേ? കുടിക്കാൻ വെച്ച വെള്ളമൊക്കെ രാവിലെ ആകുമ്പോ ഐസായി പോകുമെന്ന് ബാബു എപ്പോഴും പറഞ്ഞത് ഓർമ്മയുണ്ട്. ബാബു അടുത്ത വീട്ടിലെ കോൺട്രാക്ടറുടെ മകനാട്ടോ. എന്നോടല്ല, അമ്മയോട് പറയുമ്പോ ഞാൻ കേട്ടതാ. ചേച്ചിയുടെ കോളേജിന്റെ പേരെന്താ? സെന്റ് ആൽബർട്ട്സ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാ? അല്ല, വേറെ വേറെ ബെഞ്ചിലാ. അയ്യോ അതല്ല, ഞാൻ എന്തിനാണ് ശല്യപ്പെടുന്നത്? ഇവള് ശുദ്ധ മണ്ടത്തരമൊക്കെ പറയും കേട്ടോ, അതൊന്നും കാര്യാക്കണ്ട. ഞാൻ വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു. വേണ്ട, അവള് നിന്നെ പോലെ വെറും 10ാം ക്ലാസ് അല്ല, ഗ്രാജുവേറ്റിന് പഠിക്കുന്ന കുട്ടിയാ. കണ്ടില്ലേ വായിക്കുന്നത്? നല്ല തടിയുള്ള ഒരു അശ്വതിയായിരുന്നു എന്റെ മനസ്സിൽ. ഇപ്പൊ വല്ലാതെ മെലിഞ്ഞു പോയിട്ടോ. ഹോസ്റ്റലിൽ ഭക്ഷണമൊന്നും ശരിക്കും കിട്ടില്ലേ? എനിക്ക് ഉറക്കം വരുന്നു.
ഉറങ്ങിക്കോളൂ. പൊടി പൊടി. ചാത്തോത്ത് പറയല് വെള്ളച്ചാട്ടം കണ്ടിട്ട് അശ്വതി പേടിച്ച് നിലവിളിച്ചതൊക്കെ ഇപ്പൊ ഓർമ്മ ഉണ്ടോ? അന്ന് അശ്വതിക്ക് ഒരു 10 വയസ്സുണ്ടാവും ഇല്ലേ? നല്ല തടി ഉണ്ടായിരുന്നു. പൊടി പൊടി. ചേച്ചി ഉറങ്ങിക്കോട്ടെ, ശല്യപ്പെടുത്തണ്ട. അശ്വതി, എന്താ തനിച്ചിങ്ങനെ ആലോചിക്കുന്നേ? അച്ഛനെയും അമ്മയും പിരിഞ്ഞുള്ള വിഷമാവല്ലേ? വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പണ്ട് മുതലേ കുഞ്ഞമ്മാവന് ശ്രീധരൻ എന്ന് വെച്ചാ വലിയ ഇഷ്ടാ, വലിയ വിശ്വാസ. അല്ല, എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാണേ. എന്റെ കാര്യങ്ങളൊന്നും അശ്വതിക്ക് അറിയില്ലല്ലോ. ഞാനിപ്പോ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടറാ. പെട്രോൾ എഞ്ചിന്റെ പണിയില് ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ ഈ ടൗണിൽ തൽക്കാലം ആരുമില്ല. എന്നെ വർക്ക്ഷോപ്പിട്ട് ഭയങ്കര ഫേമസാ. TVS വരെ കൈയൊഴിയുന്ന വണ്ടികള് അവസാനം എന്റെ അടുത്ത് വരിക. ഇവിടെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് പഴമക്കാരാ. പ്രായമായില്ലേ, നമ്മളെപ്പോലുള്ള പരിഷ്കാരമൊന്നും അവർക്ക് അറിയില്ലല്ലോ. എന്നാലും സ്നേഹമുള്ളവരാണ് കേട്ടോ. അപ്പോ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോട്ടെ. അശ്വതിക്ക് എന്തെങ്കിലും വാങ്ങിക്കാണ്ടേ പറയും. ഒട്ടും മടിയായിരിക്കണ്ട. പറഞ്ഞോളൂന്നേ, എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ. തൽക്കാലം ഒരു ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. ഈ ശ്രീധരോട്ടിനോട് പറയാൻ അശ്വതി മടിക്കണ്ട. എനിക്കൊരു ആന വേണം. ഒരാന, പിന്നെ സ്വന്തമായിട്ട് ഓടിച്ചു പോകാൻ ഒരു പ്ലെയിൻ, സംസാരിച്ച് ബോറടിപ്പിക്കുന്നവരെ കൊല്ലാൻ ഒരു കൈത്തോക്ക്. എടാ, നീ ഇവിടെ എന്തെടുക്കുക? ഞാൻ അശ്വതിയെ കുറിച്ച് ഉപദേശിക്കാൻ കുഞ്ഞമ്മാവൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നേ. ഉപദേശിക്കാനോ? ആ. നീയോ? അല്ല, അമ്മ എങ്ങോട്ടാ? അല്ല, അവൾ അവിടെ എന്ത് ചെയ്യാന്ന് നോക്കട്ടെ. അവൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അച്ഛനും അമ്മയും പോയ വിഷമത്തിലിരിക്കാനേ. നമ്മളത് മനസ്സിലാക്കണ്ടേ? കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന ഒരു ആശ്വാസം കിട്ടും. എന്നാലേ ഞാൻ അവളൊന്ന് ആശ്വസിപ്പിക്കാം. അല്ല, അമ്മയൊന്നേ, അമ്മയൊന്നേ, ഞാൻ പറയുന്നേ. അമ്മ വന്നേ. എന്റെ കൈ ഇവിടെ. അമ്മ പോയിട്ട് കാപ്പി എടുത്ത് വെച്ച്. എനിക്ക് വർക്ക്ഷോപ്പിൽ 100 വട്ടം കാര്യങ്ങളുള്ളതാണേ. വർക്ക്ഷോപ്പിലോ? കുഞ്ഞുനാരായണൻ ചവന് കാത്തു വയ്ക്കും. എന്തിന്? പുതുക്കോട്ട് പെണ്ണ് കാണാൻ പോകുന്ന കാര്യം നീ മറന്നുപോയോ? ഞാനങ്ങും പോകുന്നില്ല. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്നുവെച്ചാ? അത് എനിക്ക് ആ പെണ്ണിനെ വേണ്ടമ്മേ. എടാ, ആ പെണ്ണ് ഗ്രാജുവേറ്റാ. ഓ, പിന്നെ ഒരു ഗ്രാജുവേറ്റ്. അമ്മ കാപ്പി എടുത്ത് പോകുന്നുണ്ട്, എനിക്ക് പോവാം. അപ്പൊ നേരത്തെ നിങ്ങൾ തമ്മിൽ കത്തിരിപ്പാടുണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ 2-3 കൊല്ലം മുമ്പ് എന്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് കുഞ്ഞമ്മാനൊരു കത്തയച്ചിരുന്നു. ഫോട്ടോ ഇവൾക്ക് കൊടുക്കാനായിരുന്നു എന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നേ. അതെ, കുട്ടിക്ക് എത്ര വയസ്സാണ് ഇപ്പൊ? വയസ്സൊക്കെ ആരും നോക്കുന്നു. ചെറുപ്പത്തിൽ ഒരിക്കൽ അവള് വീട്ടിൽ വന്നപ്പോ എന്റെ അടുത്ത് മാറിയലായിരുന്നു. ശ്രീരേട്ടാ ഒരു കഥ പറഞ്ഞു തരുമോ, ഒരു കഥ പറഞ്ഞു തരുമോ കൂടെ നടക്കും. എന്നിട്ട് അമേരിക്ക ചെന്നിട്ടോ കുഞ്ഞമ്മായ്ക്കും സൗകര്യം കൊടുക്കല. എനിക്ക് ശ്രീരേട്ടനെ കാണണം പറഞ്ഞ് ഒരേ പല്ലവി. അവളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, ഈ അമേരിക്കയിലൊക്കെ കാണുമ്പോഴും നടുറോട്ട് നിനക്ക് ചെയ്യാറ്. ഇവിടെ അങ്ങനെ വല്ലതും ചെയ്തവിടെ? ചേച്ചേ, 10 വയസ്സിന് ശേഷം അശ്വതി ഇന്ത്യയിലായിരുന്നല്ലോ, ഊട്ടിയിലും മറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള പരിഷ്കാരമൊന്നുമില്ല. പിന്നെ മണി പോലെ ഇംഗ്ലീഷ് പറയാ. അപ്പോ ശ്രീധരേട്ടന് ഇത്തിരി ഭാഷാ പ്രശ്നം ഉണ്ടാവും അല്ലേ? പോടാ, തോന്നിയ ദിവസം പറയാതെ. അതിനുള്ള ഇംഗ്ലീഷൊക്കെ എന്റെ അടുത്തുണ്ടല്ലേ? എന്നാലും ശ്രീധരേട്ടൻ ഭാഗ്യവാൻ തന്നെ. എന്ത് ഭാഗ്യം മോനെ. പെണ്ണും പെടക്കോഴൊക്കെ ആയി കഴിഞ്ഞാ പിന്നെ അതൊരു ഭാരല്ലേ. വന്നില്ലല്ലോ. ഇല്ലമ്മേ. എന്തൊരു കഷ്ടം എന്റെ ഈശ്വര. ഈ കുട്ടിക്ക് എന്ത് പറ്റിയാവോ? അമ്മേ, ദേ ആരോ വരുന്നുണ്ട്. അത് ശരിയാവോ ശ്രീധരേട്ടാ? പിന്നെ നിന്റെ മീശയും പഠിച്ചൊരു ബിഗും വെച്ച് കഴിഞ്ഞാൽ അസല് പെണ്ണ ഒരു പ്രശ്നമുള്ള കാര്യമില്ല അത്. അല്ല, എനിക്ക് വിരോധമില്ല. പിന്നെ ഞാൻ എത്ര സാധിച്ചിരിക്കുന്നു. ആഹാ, നിങ്ങളാണോ? ശ്രീധര, നിനക്ക് ഇത്തിരി നേരത്തെ വന്നൂടെ? ഞങ്ങൾ 2 പെണ്ണുങ്ങള് രാത്രി ഇവിടെ തനിച്ചിരിക്കുകയല്ലേ. ആ കുട്ടി അശ്വതി ഇതേവരെ എത്തിയിട്ടില്ല.
വൈകുന്നേരം ആയപ്പോ ഇംഗ്ലീഷിൽ എന്തോ പുറപുറത്തോണ്ട് ഇവിടുന്ന് ഇറങ്ങി പോയതാ. ഇത്രയും നേരമായിട്ട് ആളെത്തിയിട്ടില്ല. എന്ത് മഹാകാര്യത്തിനാ നീ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കും? അമ്മയുടെ അനുവാദം ഇല്ലാതാണോ അവള് പോയത്? വിസ്തരിക്കാൻ നിൽക്കാതെ നീ എവിടെയും ചെന്നൊന്ന് അന്വേഷിക്കടാ. മനുഷ്യന്റെ മനസ്സിവിടെ കത്തുക. പറ. ചേച്ചി, അശ്വതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോയി? ഒരു പിടിയില്ല. എന്താ? അശ്വതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോകുന്നു എന്ന് പറയാതെയാണോ പോയത്? അമ്മോട് എന്തോ പറഞ്ഞു. എന്താ ഇത്ര വൈകുന്നതെന്നാ മനസ്സിലാവാത്തെ? നമുക്ക് കാറെടുത്ത് പോയി അന്വേഷിക്കാം സാർ. എവിടെ ചെന്ന് അന്വേഷിക്കാനാ? എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു പെൺകുട്ടിയല്ലേ? ഈശ്വര, വല്ല അപകടം. നിങ്ങളൊന്ന് വേഗം ചെല്ലുന്നേ. നീ പോയി ഷർട്ട് എടുത്തോണ്ട് വാ. അശ്വതി എവിടെ? അപ്പൊ വന്നിട്ടില്ല അല്ലേ? നീ എന്തൊരു മരം കൊണ്ടാടാ? നിന്നോട് എവിടെയെങ്കിലും പോയി അന്വേഷിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പോ എവിടെ പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത്? എവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയാൽ അവിടെ പോയി അന്വേഷിക്കാൻ ഞാൻ പറയില്ലേ? അല്ല, ആ കുട്ടി ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത്? കുന്തം. ഞാൻ ഇനി ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരാം. അല്ല, നമ്മളൊരു അന്വേഷണം നടത്തുമ്പോ എല്ലാം അന്വേഷിക്കണല്ലോ. ആരോടും ചോദിക്കാതെയും പറയാതെയും പോയത് ഭയങ്കര തെറ്റാ. ശ്രീധര, അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ദേഷ്യം വന്നാലുണ്ടല്ലോ അവളുടെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. ഒരു പെൺകുട്ടിയല്ലേ അവള്? പിടിച്ചു നിർത്തി 4 പടപടയ്ക്കണം, അപ്പളേ പഠിക്കും. ആ, അത് തന്നെ അതിനുള്ള മരുന്ന്. ഒരു ലോക്കൽ ഗാർഡിയൻ അതിനുള്ള അധികാരമുണ്ട്. അവളുടെ അമേരിക്ക ഒന്നല്ല ഇത്. അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. ശ്രീധര, നീ ഇതൊന്ന് അന്വേഷിക്കുന്നുണ്ടോ? വാ സാറേ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. എന്തൊരു കഥയാ മോളേത്. ഞങ്ങളിവിടെ തീ നിന്നു പോയല്ലോ. എന്തു പറ്റി? അല്ല, ഇത്രയും നേരം വൈകിയപ്പോ അല്ല, ഒന്നുമില്ല. ഞാൻ നല്ലോണം ഒന്ന് കൊടുക്ക് ചേച്ചി. ന്യായം ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തു കൊടുക്കുന്ന കാര്യം പറഞ്ഞത്? തല്ല്. എന്റെ വീട്ടിലായിരുന്നെങ്കിൽ വിവരം അറിഞ്ഞാനെ. ആരാ നിങ്ങള്? അല്ല, അശ്വതിക്ക് അറിയില്ലേ? സദാശിവൻ സാറ്, കോൺട്രാക്ടർ, നമ്മുടെ അടുത്ത വീട്ടില്. മതിയോടോ പരിചയപ്പെടുത്തിയത്? നീയല്ലേ പറഞ്ഞ കൊല്ലു മെഴുകുന്നൊക്കെ? അല്ല, അത് ഞാനേ അശ്വതി അകത്തേക്കല്. വരട്ടെ, ഇയാൾ എന്നെ തല്ലുവെന്ന് അറിയട്ടെ. ഇതെന്തപ്പ ഈ കഥ? ശ്രീധര, നിന്റെ അമ്മാവന്റെ മോള് സ്വല്പം പെശകൻ കേട്ടോ. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അല്ല, സാറൊന്നും ഉണ്ടായിരുന്നേ. ചുമ്മാ ഇരിക്കാൻ. ഇപ്പൊ അങ്ങനെയായോ? വിളിച്ചു വരുത്തിട്ട് ആളെ കൊച്ചാക്ക. വാടാ, എന്തൊരക്കായി എനിക്കെന്താ? ഇനി ഒരു കാര്യത്തിനും എന്നെ അന്വേഷിക്കണ്ട. ഒറ്റ കീഴ് വെച്ചെന്നല്ലോ. എന്തത്? എന്തിനാ എന്റെ മക്കട്ടിക്ക്? അതാ കൺട്രി ഫെലോ. സാരമില്ലെന്നേ, അശ്വതിഞ്ഞു പോര്. അയാൾക്ക് തലക്ക് വട്ടാ, അന്ന് കാര്യാക്കണ്ട അല്ലേ മേ? അമ്മ വിളിക്കുന്നു ഊണ് കഴിക്കാൻ. ഞാൻ കഴിച്ചു. എടുത്തു വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 2 പ്രാവശ്യം കഴിക്കാൻ പറ്റുമോ? ഞങ്ങളൊക്കെ ശരിക്കും പേടിച്ചുട്ടോ. എന്തിന്? ഞാൻ പറഞ്ഞു പേടിക്കാൻ. ഏതാ മനുഷ്യൻ? എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ അയാളുടെ വേലക്കാരിയൊന്നുമല്ലെന്ന് പറഞ്ഞേക്ക്. രാത്രിയിൽ എവിടെ പോയതായിരുന്നു? ഒരു ഫിലിം കാണാൻ. മനുഷ്യൻ ഇവിടെ ബോറടിച്ച് ചാവും. വല്ല കാസറ്റും കാണാന്ന് വെച്ചാൽ ഒരു TV ഉണ്ടോ? VCR ഉണ്ടോ? ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാ സമയം തള്ളി നിൽക്കുന്നത്? വല്യേട്ടൻ മാസത്തിലൊരു സിനിമ കാണിച്ചു തരും. ഓ, അതൊരു മഹാകാര്യം തന്നെ. ഇവിടെ വന്നേ പിന്നെ എന്റെ പേപ്പർ വായന മുടങ്ങി. പേപ്പർ വരുത്തുന്നുണ്ടല്ലോ. ഞാൻ ശീലിച്ചത് ഇംഗ്ലീഷ് പേപ്പറാ. ഞാൻ വല്യേട്ടനോട് പറയാം. ഒരേട്ടനോട് പറയണ്ട. അപ്പോ ചേച്ചിക്ക് ഊണ് വേണ്ടേ? എത്ര പ്രാവശ്യം പറയണം? What can I do for you, sir? ഞങ്ങൾ ടിവിയും VCR നോക്കാൻ വേണ്ടി വന്നതാ. നോ നോക്കാനല്ല, വാങ്ങാനാണോ? തെറിച്ച് പറടോ. It's all right. TV, which size you want? 27 inches, 20 or 14? 27 വേണോ 20 വേണോ 14 വേണമെന്നാ ചോദിച്ചത്. അതെന്തൊരു കണക്കാണ്? ഒരെണ്ണായിട്ട് കിട്ടൂല. 25, 14, 50, 100 ഒന്നും വേണ്ട. ഒരു ഒറ്റ എണ്ണം മതി. നാരായണ, എണ്ണ വല്ല വണ്ണമാണ് പറഞ്ഞത്. എത്ര ഇഞ്ചാ വേണ്ടത്? അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്? കൈത്തെ
വണ്ണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകോട്ട് വേണ്ട, നല്ല വലിപ്പം ഇരുന്നോട്ടെ. അതിന്റെ ആവശ്യമുണ്ടോ ശ്രീയേട്ടാ? വീട്ടാവശ്യം 20 ഇഞ്ച് മതി. മതിയോ? മതി. മതി മതി അത് മതി. എങ്കിൽ 20 ഇഞ്ചിന്റെ നല്ല നോക്കി ഒന്ന് പോരട്ടെ. Good. This is our latest model, sir. It's got an infrared remote control, an anti-glare screen, a totally imported cabinet, automatic channel selector, facilities for home computer. Its performance is superb, and it's easily the best TV available in the market today, sir. Yes, it is. സംഗതി ആകെ പെശകാണല്ലോ ശ്രീരേട്ടാ. Which model do you like, sir? നിങ്ങൾ ഇംഗ്ലീഷ് നിർത്തി കാര്യത്തിലേക്ക് ഇറങ്ങി. ഇത് തരക്കട്ടില്ല. ഇതിനെന്താ വില? How much? 10,000 and 1,200. അത് വില കുറച്ച് കൂടുതലാ. വില കുറച്ച് തരുമോ നോക്കിടോ. തന്നെ പിന്നെ എന്തിനാ കൊണ്ടുവന്നേ? ഇംഗ്ലീഷിൽ വില വേശി കച്ചവടം ഉറപ്പിക്കാനല്ലേ? Fixed price. എങ്ങനെ? Fixed price. വില കുറയില്ല. അങ്ങനെയുണ്ട് ഒരു കച്ചവടം. സാധനം ഞങ്ങൾക്ക് ഇഷ്ടായി, പക്ഷെ വില വളരെ കൂടുതലാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട. ഒരു 6,000 ഉറുപ്പ്യ അങ്ങോട്ട് വെച്ചോ. നിങ്ങളൊന്നും മിണ്ടായിരുന്നേ. ഇതെന്താ മീൻ ചന്തയാണെന്ന് വിചാരിച്ചോ? സൈത്തെ, നമുക്ക് ഇത് തന്നെ മതി. ഇതിന് പറ്റിയൊരു VCR വേണം. Okay, sir. അത് നിങ്ങൾ തെരഞ്ഞെടുത്ത് Okay, തന്നാൽ മതി. എന്നിട്ട് ബില്ല് ഒതുക്കോളൂ. Sure, sir. അപ്പം വില വേശലില്ല. നിന്നെ കൊണ്ട് സ്ഥലത്ത് പോകാൻ കൊള്ളുമല്ലോ. ഓ ഒന്ന് പതുക്കെ നിക്ക്, നീ എന്നെ കൊല്ലാൻ പോവാ? സാറിന് എന്തോ ചോദിച്ചു വല്ലവരും തല്ലിയോ? എന്തോന്നാടി ഇത്ര ഇരിക്കാൻ? നീരിറക്കാന്ന് എന്നോട് പറഞ്ഞേ. അതാവാൻ വഴിയില്ല. അല്ല ചേച്ചി, പകല് TV-യിൽ പരിപാടിയൊന്നും ഉണ്ടാകാറില്ലേ? ചിലപ്പോഴൊക്കെ കാണും. എന്തേ? ഒന്നുമില്ല. ഇവിടെ VCR ഇല്ലല്ലേ? ഇല്ല. ടിവിയുടെ ശല്യം കൊണ്ട് തന്നെ ബാബുവിന്റെ പഠിത്തൊരു കണക്കായിരിക്കുക. അങ്ങനല്ല, ഇപ്പൊ ഒരു സിനിമ കാണണേ തന്നെ ഉടുത്തൊരുങ്ങി ബസ്സിൽ കയറി ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് എന്ത് പ്രയാസാ. ഒരു VCR-ന്റെ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഞാനൊരു TV VCR വാങ്ങി 3 കാസറ്റ് എടുത്തു. വൈകുന്നേരം 2 നാളെ കൂടെ വാ, നമുക്ക് വീട്ടിൽ നിന്ന് സിനിമ കാണാം. ഓഹോ, അത് ശരി. ഒരു കാര്യം ചെയ്യും, ഈ വീട്ടിൽ TV വീശാനുണ്ടെന്നൊരു ബോർഡ് എഴുതി ഗേറ്റിൽ കെട്ടിത്തോക്ക്, ആളെ കിട്ടും. ശ്രീധരൻ ഒന്ന് സൂയിക്കാൻ തന്നെ തീരുമാനിച്ച മട്ടുണ്ടല്ലോ. ആ പെൺകുട്ടിയുടെ മുമ്പിൽ എങ്ങനെ ആളാവാൻ പറ്റാന്ന് നോക്കാവൻ. ഓ പിന്നെ, അല്ല നിനക്ക് അവളെ കെട്ടാനോ മറ്റോ ഉദ്ദേശം ഉണ്ടോ? നിങ്ങൾ സിനിമ കാണാൻ വരുന്നുണ്ടോ? ഞങ്ങൾ വരണില്ല. എന്നാ വേണ്ട. ദേ പിന്നെ ആ വണ്ടി ശരിക്ക് കയറ്റം വലിക്കണില്ലല്ലോ. ആ സാറ് തന്നെ അരയിലോട് കയറി കിട്ടി വലിച്ചാ മതി. മുതൽ പോയോ? മാ പൊങ്ങച്ചക്കാരനാവൻ. ഇന്നലെ ആള് പാവുക. അവന്റെ VCR-ഉം TV. I am Mr. Hernandez, the official interpreter. Welcome to the United States. Welcome to United States. Thank you. Thank you. Did you have a good flight? Hello? It's me. Oh, yes. I'm perturbed over the economic system. Without it, the revolution will fail. Thousands will have died in vain, and soon a new dictator will seize power. Judge, we need money. What is the chief export of San Marcos? Dysentery. We grow bananas. We can only think എന്താ of ways ചേട്ടാ to convince the പറഞ്ഞത്? United States to give us money. Give me Sanchez. You must convince them. They will listen to you. Me? You're the president of San Marcos. Yes, over here.